കേക്കച്ചനും മാപ്രകളും ഇനി എന്ത് ചെയ്യും മല്ലയ്യ? എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, ഒലക്കര മൂട്. രണ്ടാമത്തെ വ്യാജ ബലാത്സംഗ കേസിലും രാഹുലിന് ഇന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ നെട്ടൂർ കേക്കച്ചന്റെ കാര്യവും ഏഷ്യനെറ്റ്, മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനൽ, തേൻകണി അജിത് കുമാറിന്റെ മലയാളം ചാനൽ അടക്കമുള്ളവർ ഇപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ പാട്ട് പാടുകയാണ്. സുഹൃത്തുക്കളെ, ഈ പാട്ട് പാടുകയാണ്. കോടതി ഒരുപക്ഷെ നിരീക്ഷിച്ച കാര്യങ്ങൾ ഇതൊക്കെയായിരിക്കാം. ഇത്രയും വർഷമായിട്ടും ഈ പരാതിക്കാരി എവിടെയായിരുന്നു? ഇവിടെ നാടൊട്ടുക്കും പോലീസ് സ്റ്റേഷനുകളുണ്ടായിട്ടും എന്തുകൊണ്ട് KPCC അധ്യക്ഷന് ഇമെയിൽ ഊമക്കത്തയച്ചു? KPCC ഓഫീസും അതിലുള്ള കിഴങ്ങന്മാരും എന്നു മുതലാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി തുടങ്ങിയത്? തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴാണോ ഇത്തരം ബലാത്സംഗ പരാതികൾ കൊടുക്കുവാൻ പറ്റിയ സമയം? വരൂ, കട്ടിലിൽ കിടക്കൂ എന്ന് പറഞ്ഞപ്പോൾ കാറ്റത്തെ കളിക്കൂട് എന്ന സിനിമയുടെ കഥ പറയുവാൻ വേണ്ടിയാണെന്ന് അവർ കരുതിയോ? 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണോ നടന്നതൊരു ബലാത്സംഗം ആണെന്ന് മനസ്സിലായത്? മാപ്രകൾ ഒന്നടങ്കം എന്തുകൊണ്ടാണ് രാഹുൽ വിഷയത്തിൽ ഇത്രയും അമിതാവേശം കാണിച്ചത്? ഏകപക്ഷീയമായി റിപ്പോർട്ട് ചെയ്തത്? ആരുടെ കാശ് മേടിച്ച് തിന്നിട്ടാണ് ഇവന്മാർ ഏകപക്ഷീയമായി ഈ നാടകം ആസൂത്രണം ചെയ്തത്, കളിച്ചത്? ഇത്രയും ആവേശം കാണിക്കണമെങ്കിൽ മാധ്യമവേശികൾക്ക് എത്രയായിരിക്കും പ്രതിഫലം കിട്ടിയത്? പോലീസിനെയും കോടതികളെയും നോക്കുകുത്തിയാക്കി 120 ദിവസം വ്യാജവാർത്താ ഫാക്ടറിക്കാർ സംഘം ചേർന്ന് ഒരു കൊട്ടേഷൻ ഏറ്റെടുത്താൽ ഇവിടെ എന്തും നടക്കുമോ? അത് ജനങ്ങൾ വിശ്വസിക്കുമോ? മാപ്രകളുടെ അമിതാവേശം കീഴ്ക്കോടതിയുടെ വിധികളെ സ്വാധീനിക്കുമോ? തേൻകണി ഒരുക്കി രാഷ്ട്രീയക്കാരന്മാരും മാധ്യമവേശികളും നടത്തുന്ന ഈ ആഭാസതരത്തിന് കോടതി കുടപിടിക്കണോ? ഇപ്രകാരം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടാൽ, ഇത്തരം സ്ത്രീകൾ ഇനി തുനിഞ്ഞിറങ്ങിയാൽ കോടതികളും പോലീസ് സ്റ്റേഷനുകളും ബലാത്സംഗ പരാതികൾ കൊണ്ട് നിറയില്ലേ? ആരെയും ഒരു പെണ്ണ് വിചാരിച്ചാൽ ബലാത്സംഗ കേസിലെ പ്രതിയാക്കുവാൻ സാധിക്കില്ലേ? അവൻ്റെ ജീവിതവും കുടുംബവും നശിപ്പിക്കാൻ സാധ്യമല്ലേ? മാധ്യമസ്ഥാപനങ്ങളുടെ ഉടമകൾ, വേശ്യാലയം മുതലാളിമാർ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമികൾ, മരമുറി കൊള്ളക്കാരന്മാരൊക്കെയാണെന്ന്, അവർക്ക് കച്ചവട താല്പര്യങ്ങളുണ്ടെന്ന് കോടതി പോലും മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? സത്യം പറയുന്ന ITV ന്യൂസ് പോലെയുള്ളവരുടെ വായടപ്പിക്കുവാൻ കള്ളക്കേസുകൾ എടുക്കുന്നു എന്ന് കോടതി എന്നും മനസ്സിലാക്കും. മനസ്സിലാക്കി വരുമ്പോഴേക്കും ഞങ്ങൾ ജീവനോടെ ഉണ്ടാകുമോ? ഏഷ്യനെറ്റ് മുതലാളി എന്തുകൊണ്ടാണ് പരാതി കൊടുക്കുവാൻ പരാതിക്കാരിയെ നിർബന്ധിച്ചത്? ഈ വിഷയം ആളിക്കത്തിക്കുവാൻ മാധ്യമവേശിയുടെ വേഷം കെട്ടിയ വിനു വി ജോൺ, മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ അമേദ്യം ഭക്ഷിക്കുന്ന മൊട്ടയരോൺ, കേക്കച്ചൻ്റെ PR തൊഴിലാളി, ഡെയിലി വേജസുകാരൻ, എറണാകുളത്തെ കേസില്ലാ വക്കീൽ തോൽവി ശങ്കരൻ, കേക്കച്ചൻ്റെ കൂട്ടുകാരി പരുത്തിമോൾ എന്നിവരുടെയൊക്കെ വായിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പിരിവെട്ടിപ്പോയത്? മാധ്യമരംഗത്തെ വ്യഭിചരിക്കുന്ന മൊട്ടയരോണും വിനു വി ജോണും ഒക്കെ മനസ്സിലാക്കേണ്ടുന്നത് നീയൊക്കെ സംഘം ചേർന്ന് കൂവിയാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നാണ്. നീയൊക്കെ കടന്ന് 120 ദിവസം നിർത്താതെ കൂവിയിട്ടെന്തായി? രാഹുൽ കർണാടകത്തിൽ, രാഹുൽ അവിടെ, രാഹുൽ കുഞ്ഞമ്മയുടെ അടുക്കളയിൽ എന്നൊക്കെ നീയൊക്കെ കിടന്ന് നിലവിളിച്ചിട്ട് എന്തായി? അവനിതാ വിജയശ്രീലാളിതനായി പുറത്തു വരുന്നു. പണിയാൻ പറ്റുമെങ്കിൽ ശേഷിയുണ്ട്. ഇനിയും പണിയുവാൻ പറ്റുമോ എന്ന് ശേഷിയുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്. ഇത്രയും ആഭാസത്തരങ്ങൾ നിർത്താതെ വിളിച്ചു കൂവിയിട്ടും നിനക്കൊക്കെ അവൻ്റെ ഒരു രോമത്തിൽ തൊടുവാൻ സാധിച്ചോ? നിൻ്റെയൊക്കെ വ്യാജ വാർത്തയുടെ താഴെ വരുന്ന കമൻറ്റുകൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. കേരളത്തിലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിൽ രാഹുലിൻ്റെ സ്ഥാനം എന്താണ് എന്ന് നിനക്കൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. രാഹുൽ ഇനി എവിടെ സ്വതന്ത്രനായി മത്സരിച്ചാലും അവൻ വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ രാഹുലിനൊപ്പം എന്നാണ് അവർ പറയുന്നത്. നിൻ്റെയൊക്കെ കൂടെയുള്ള പെണ്ണുങ്ങളോടൊന്ന് ചോദിച്ചാൽ അവരും പറയും രാഹുൽ യഥാർത്ഥത്തിൽ ഒരു ആൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് മാപ്രകളെ, മാധ്യമരംഗത്തെ കേക്കച്ചനും വിജയനും വേണ്ടി കാൽക്കാശിന് വ്യഭിചരിച്ചവന്മാരെ, ഈ വിധി നിനക്കൊക്കെയുള്ള പ്രൊഫഷണൽ മറുപടിയാണ്. ഈ ആരോപണങ്ങൾ കൊണ്ട് നിനക്കൊന്നും ഇതുവരെ രാഹുലിനെ തളർത്തുവാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ തകർക്കുന്നത്? കേക്കച്ച, വിനു വി ജോണെ, ഏഷ്യനെറ്റിലെ വ്യാജവാർത്തക്കാരന്മാരെ, മൊട്ടാരുണെ, രാഹുലിൻ്റെ 5-6 ക്ലിപ്പുകൾ നിക്കറിലിട്ടുകൊണ്ട് നടക്കുന്ന മരംകൊള്ളക്കാരൻ ആൻഡോ അഗസ്റ്റിനെ, ഇനി നീയൊക്കെ എന്ത് ചെയ്യുമടാ മോമാരെ? എന്താവായിരുന്നു? ട്രിപ്പിൾ ബലാത്സംഗം, ഗർഭം കലക്കൽ, ഹോം സ്റ്റേ നാടകം, മലപ്പുറം കത്തി, അമ്പും വില്ലും, ഇപ്പോൾ പവനായി
ശവമായി. ഇനി നമുക്ക് കേക്കച്ചന് സ്വന്തം നാവ് വാടകയ്ക്ക് കൊടുത്ത ആ രാമനിലയത്തിലെ പഴയ പാമ്പുകളിക്കാരൻ കിങ്ങിണിച്ചുട്ടൻ്റെ പദം പറച്ചിലും കരച്ചിലും കാണാം. രാഹുലിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷൻ്റെ കഴിവുകേട്. അതല്ലാതെ ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ പുറത്താക്കിയത് ഫൈനലാണ്. ഞാൻ പറഞ്ഞല്ലോ, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ സ്റ്റാൻഡിൽ മാറ്റമില്ല. പിന്നെ രാഹുലിൻ്റെ കാര്യത്തിലൊക്കെ ഇനി നോക്കേണ്ടത് പോലീസുമാണ്. ഏതായാലും കേരള പോലീസ് അമ്പേ പരാജയപ്പെട്ടു. മാത്രമല്ല, ഇനിയിപ്പോൾ നാളെ രാഹുൽ നിലപാട് മാറ്റിയാൽ മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ അദ്ദേഹത്തിന് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അതും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും എവിഡൻസ് ഉണ്ടെന്നൊക്കെ വീമ്പടിച്ചിട്ട് ഇപ്പം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ 2 ആഴ്ച കാലം. അത് സർക്കാരിൻ്റെ കഴിവുകേട്. ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ സർക്കാരോ പോലീസ് എന്താ വെച്ചാൽ ചെയ്യട്ടെ. അതാണ് പാർട്ടി നിലപാട്. കേക്കച്ച, ഇനിയും നിന്റെ ആവനാഴിയിൽ പഴയ കളിക്കൂട്ടുകാരികൾ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ വേഗമിറക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചടി ഉടനെ ഒരുമിച്ച് തുടങ്ങാം. ഇന്ന് മിഷൻ 250യുടെ 59ാം ദിനം. നെട്ടൂരിൽ നിന്നും കേക്കച്ചൻ്റെ ആവശ്യപ്രകാരം ആ പാട്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.